കാണാൻ പോകാനായിരുന്നു ഞങ്ങളാണ്. വെറും 2 മണിക്കൂർ എക്സ്ട്രാ ഉറങ്ങിപ്പോയി, അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. 2 മണിക്ക് എണീക്കിട്ട് ഞങ്ങൾ എണീച്ചത് 3:45. ഇപ്പൊ സമയം 4:15. ആ സ്ഥലത്തേക്ക് എത്താൻ തന്നെ സൂര്യോദയത്തിന് സമയം. സോ വെൽക്കം ടു ഉത്തരിബേട്ട സൺറൈസ് കഴിഞ്ഞ ട്രെക്ക്. നമ്മളുടെ വ്ളോഗിന്റെ പേര് മാറ്റി വീക്കെൻഡ് വ്ളോഗ് എന്ന് മാറ്റിയിരിക്കുന്നു. കാരണം ഒടുക്കത്തെ മഴയായതുകൊണ്ട് നമ്മൾ ട്രെക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. നമ്മൾ അവിടെ വരെ എത്തിയിട്ടൊന്നുമില്ല, ഇനിയും 70 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴേ ഭയങ്കര മഴയാണ്. ഇന്ന് ഹോൾ ഡേ തന്നെ ഭയങ്കര മഴയാണെന്നാണ് വെതർ ഫോർകാസ്റ്റിൽ കാണിക്കുന്നത്. സോ നമ്മൾ അവിടെ എത്തിയാലും നല്ല മഴയിൽ നമുക്ക് ട്രെക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ തിരിച്ചു പോവുകയാണ്. സമയം 5 മണി. ഒരാവശ്യവും ഇല്ലാണ്ട് വെറുതെ ഉറക്കവും കളഞ്ഞ് അവിടെ പോവാനും പറ്റിയില്ല. ഇപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. 10 മണി വരെ കിടന്നുറങ്ങി. എന്തെങ്കിലും വെറൈറ്റി കഴിക്കണം എന്നായിരുന്നു നമുക്ക് ആഗ്രഹം. സോ നമ്മൾ എത്തിയത് കല്യാൺ നഗറിലുള്ള ഗ്ലെൻസ് ബേക്ക് ഹൗസിലാണ്. അവർക്ക് എല്ലാ സ്ഥലത്തും കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, അവർക്ക് മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അവിടെ നമുക്ക് വീക്കെൻഡ്സ് ഒക്കെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മൾ അതല്ലാതെ വാങ്ങിയതാണ്, എക്സ്ട്രാ വിഗു വാങ്ങിയതാണ്. ഐ തിങ്ക് ചോക്കോ ഫിൽഡ് ബൺ ആയിരുന്നു ഇത്. ഇറ്റ് വാസ് ഗുഡ്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ വേറെ എന്തോ എക്സ്പെക്ട് ചെയ്ത് പോയത് കാരണം നമുക്ക് ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ല. സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അവർ ചെറിയൊരു പേപ്പറിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് ടിക്ക് ചെയ്യാൻ തരും. നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് എഗ്ഗാണ് വേണ്ടത്, എന്ത് ടൈപ്പ് ഓഫ് ബ്രെഡാണ് വേണ്ടത്, വെജിലാണോ വേണ്ടത്, അല്ലെങ്കിൽ ഡു യു നീഡ് ബട്ടർ, ടീയിൽ എന്ത് ടൈപ്പാണ് വേണ്ടത്, എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക്. സമയം ഇപ്പോൾ 4 മണി. ഉത്തരപേട്ടയും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് യോജിച്ച് പോകുന്നില്ല. നമ്മൾ സൺസെറ്റ് ട്രെക്ക് പോവാന്ന് വിചാരിച്ച് അങ്ങനെ 3 o'clock ഇറങ്ങാന്ന് വിചാരിച്ചതാ. പക്ഷെ ലക്ഷ്മി മാഡം വന്നത് 3:30 അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ 5:45 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തുള്ളൂ. പിന്നെ 1 hour ട്രെക്ക് ഉണ്ട് അവിടേക്ക്, വിച്ച് മീൻസ് സൺസെറ്റ് നമ്മൾ മിസ്സാവും. അപ്പോൾ നമ്മൾ മഴ, പിന്നെ ചിലപ്പോ മഴ പെയ്യും. സോ ലക്ഷ്മി മാത്രമല്ല കാരണം മഴയും പെയ്യും. അതുകൊണ്ട് നമ്മള് പെട്ടെന്നൊരു പ്ലാൻ ഇട്ടു. സോ നമ്മളിപ്പം വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. അത് എവിടേക്കാണ് ഞാനിപ്പോ പറയുന്നില്ല, അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പാർക്കിൽ നിന്നാണ് നമ്മൾ നമ്മളുടെ ഒരു സേവ് ദ ഡേറ്റ് ചെയ്തത്, അല്ലേ വിഗു? ട്രെക്കിങ്ങിന് പോകുമ്പം കഴിക്കാൻ വേണ്ടി തേച്ച് വെച്ച ബ്രെഡ് ചമയ്ക്കാം. ഇങ്ങനെയെങ്കിലൊക്കെ ഉപകാരമായല്ലോ. ഇറ്റ് വാസ് ലൈക്ക് ആ ഹോൾ ഡേ നമ്മളെ പ്ലാൻസ് ഒക്കെ എങ്ങനെയെങ്കിലും ഫ്ലോപ്പ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിക്കൊണ്ടിരുന്നത്. കാരണം ഇതുവരെ ഇല്ലാത്ത അത്രയ്ക്ക് ശക്തമായിട്ടുള്ള മഴയായിരുന്നു അന്ന് പെയ്യുന്നുണ്ടായിരുന്നു. സോ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമുക്കതൊരു ബുദ്ധിമുട്ടാവുമല്ലോ. സോ ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലെങ്കിലും തമ്പനിയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ദാറ്റ് വി ആർ ഹെഡിങ് ടു മൈസൂർ. ശരിക്കും നമുക്ക് ബാംഗ്ലൂർ ടു മൈസൂർ ഇറ്റ് ഷുഡ് ആക്ച്വലി ടേക്ക് us only 2.5 hours. പക്ഷേ നമുക്ക് അന്ന് ഓൾമോസ്റ്റ് മോർ ദാൻ 4 hours എടുത്തു. ഒന്ന് മഴയായത് കാരണം ഇറ്റ് ബിക്കെയിം സ്ലോ, ദ ട്രാഫിക് വാസ് സ്ലോ. പിന്നെ മൈസൂരേക്ക് സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാൻ തന്നെ ഐ തിങ്ക് ഇറ്റ് ടുക്ക് us almost an hour. സോ ഇതൊക്കെയായിരുന്നു നമ്മളവിടെ എത്തിയപാട്. ദ ഹോൾ സിറ്റി വാസ് ആക്ച്വലി ഫിൽഡ് വിത്ത് ലൈറ്റ്സ്. എല്ലാ മുക്കും മൂലയും, ഈവൻ ഷോപ്സ് ആണെങ്കിലും അവരുടെ സൈഡിൽ നിന്ന് തന്നെ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു ഹോൾ സിറ്റി ലൈറ്റ് ചെയ്തിട്ട് കാണാൻ ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. സോ ട്രാഫിക് ആയതുകൊണ്ട് നമ്മൾ വേഗം കാർ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട് പിന്നെ നടക്കാൻ തുടങ്ങി ടുവേർഡ്സ് പാലസ്. വാഷ്റൂം പോവാൻ നമ്മൾ മുട്ടിയിട്ട് സ്ഥലമൊന്നുമില്ല. നല്ല ഇവിടെ ഈ റോഡിലാണെങ്കിൽ കഫേസോ നല്ല റെസ്റ്റോറൻറ്റ്സോ ഒന്നും കാണാനില്ല. ഭാഗ്യത്തിനൊരു മാട്രസ് കടയിൽ നമ്മൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ ഇവിടെ യൂസ് ചെയ്തോ. അതെ. സോ മൈസൂർ ദസറ ഫെസ്റ്റിവൽ ലൈക്ക് ഓൾമോസ്റ്റ് 15th century തൊട്ട് സെലിബ്രേറ്റ് ചെയ്ത് വരുന്നൊരു കാര്യമാണ് ഈ വടയാർ ഡൈനാസ്റ്റിയുടെ ടൈം തൊട്ടിട്ട്. സോ ഈ ട്രഡീഷൻ ഇങ്ങനെ പാസ് ഓൺ ചെയ്ത് ഇറ്റ് ഹാസ് ബീൻ ആൻ ഐക്കോണിക് ഇവൻറ്റ് ഫോർ ദ ഹോൾ റീജിയൻ. സോ ഈ ഫെസ്റ്റിവൽ ബേസിക്കലി സിംബലൈസ് ചെയ്യുന്നത് ദ ഡീമൺ കിങ്, അതായത് മഹിഷാസുരനെ ചാമുണ്ടേശ്വരി ഡിഫീറ്റ് ചെയ്ത ആ ഒരു സെലിബ്രേഷൻ ആയിട്ടാണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ സെഡ് ദാറ്റ് ഈ സിറ്റിയുടെ ഇനീഷ്യൽ നെയിം വാസ് മഹിഷൂരു, ആൻഡ് പിന്നെ അത് മെല്ലെ അതിനെ ചേഞ്ച് ചെയ്തിട്ട് മൈസൂർ എന്നാക്കിയതാണ്.
ആൻഡ് ഫൈനലി നമ്മൾ ഈ ഫെസ്റ്റിവലിൻ്റെ മെയിൻ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള മൈസൂർ പാലസിൽ എത്തിയിരിക്കുകയാണ് അവിടുത്തെ ലൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ വ്യൂ അതിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ദ പാലസ് വാസ് കംപ്ലീറ്റ്ലി ലിറ്റ് അപ്പ്. ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ഓൾമോസ്റ്റ് 1 lakh ലൈറ്റ് ബൾബ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഹോൾ പാലസിനെ ലിറ്റ് അപ്പ് ചെയ്യുന്നത് എന്ന്. സോ അതുകൊണ്ട് തന്നെ അത് കാണാൻ വേറെ തന്നെ ഒരു ഭംഗിയായിരുന്നു. ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഈവനിങ്ങും മൈസൂർ പാലസിൽ കർണാടകാസ് ട്രഡീഷണൽ ആർട്ട് ഫോംസ് ഓൾസോ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾ പോയ സമയത്തും ഐ തിങ്ക് അവരത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരുന്നു, ചെറിയ മ്യൂസിക്കൽ പെർഫോമൻസസ് ആൻഡ് എവറിത്തിങ്. അതല്ലാതെ യുവ ദസറ എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ആൻഡ് ഡാൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന വേറെ ആർട്ട് ഫോംസും ഈ സമയത്ത് ഇവിടെ മൈസൂർ നടക്കുന്നുണ്ട്. സോ ഞാൻ ഈ വട്ടത്തെ യുവ ദസറയുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഇളയരാജ ഇസ് പെർഫോമിങ്, ശ്രേയ ഘോഷൽ ഇസ് പെർഫോമിങ്, AR റഹ്മാൻ ഇസ് പെർഫോമിങ്. അങ്ങനെ ഒരു ഗ്രേറ്റ് ലൈനപ്പ് തന്നെയാണ് ഈ വട്ടത്തെ യുവ ദസറയ്ക്ക് ഉള്ളത്. സോ ദസറ ഫെസ്റ്റിവൽ ടൈമിൽ ഓൾ 10 days ദ പാലസ് ഇസ് ഗോൺ ബി ലിറ്റ് അപ്പ്. സോ എനിക്ക് മനസ്സിലായത് രാത്രി 10 മണി വരെ ദ ലൈറ്റ്സ് വിൽ ബി ഓൺ. സോ അതല്ലാതെ പാലസ് ഇങ്ങനെ ലൈറ്റ് അപ്പ് ചെയ്തിട്ട് കാണണമെങ്കിൽ ഇറ്റ് വിൽ ബി ലിറ്റ് അപ്പ് ഫ്രം 7 PM to 8 PM എവറി സൺഡേ ആൻഡ് ഓൺ പബ്ലിക് ഹോളിഡേയ്സ്. സോ അതല്ലാതെ ഈ ഒരു സമയത്ത് മാത്രമാണ് പാലസ് ഇത്രയും സമയം ഇങ്ങനെ ബ്യൂട്ടിഫുള്ളി ലിറ്റ് അപ്പ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ടൈമിൽ തന്നെയാണ് നമ്മുടെ ദസറ എക്സിബിഷൻ ഓൾസോ ഇവിടെ നടക്കുന്നത്. അതല്ലാതെ പിന്നെ ലാസ്റ്റ് ഡേ ആണ് 2 ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് ഇവിടെ നടക്കുന്നത്, വിച്ച് ഇസ് ജംബോ സഫാരി ആൻഡ് ടോർച്ച് ലൈറ്റ് പരേഡ്. സോ ജംബോ സഫാരി ടൈമിൽ ലാർജ് ബാൻഡ്സ് ആൻഡ് ഡാൻസ് ട്രൂപ്സ് എല്ലാം പെർഫോം ചെയ്യും. ആൻഡ് ചാമുണ്ടേശ്വരി ദേവീൻ്റെ ഒരു ഐഡൽ ആനപ്പുറത്ത് ഇങ്ങനെ എഴുന്നള്ളിക്കുന്നുണ്ടാവും. ദ റോയൽ ഫാമിലി വിൽ ഓൾസോ ടേക്ക് പാർട്ട് ഇൻ ദിസ് ഇവൻറ്റ്. ടോർച്ച് ലൈറ്റ് പരേഡിന് ആംഡ് ഫോഴ്സസിൻ്റെ പെർഫോമൻസ് ആണ് ഉണ്ടാവുക. അത് നടക്കുന്നത് നമ്മുടെ പണ്ണിമണ്ഡപ് ഗ്രൗണ്ടിലാണ്. ആൻഡ് ഫൈനലി ദ ഫെസ്റ്റിവൽ എൻഡ്സ് വിത്ത് ഫയർ വർക്ക്സ്. അങ്ങനെ ലൈറ്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞ് വി ആർ ഫൈനലി ഗോയിങ് ബാക്ക്. സോ ഏതോ നേരം ഫുഡ് കഴിച്ചത് കാരണം നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ തിരിച്ച് നടക്കുന്ന സമയത്ത് നല്ല ചൂട് പരിപ്പുവട വെക്കുന്ന ഒരു ചെറിയ തട്ടുകട ഉണ്ട്. അപ്പം വി വെൻ ദെയർ ആൻഡ് ഹാഡ് ഫ്യൂ പരിപ്പുവടാസ്. ഡിന്നർ കഴിക്കാൻ നമ്മൾ ഗ്രീൻ ഹെറിറ്റേജ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ആദ്യമായിട്ടാണ് പോകുന്നത്, ഗൂഗിളിൽ റിവ്യൂസ് കണ്ടിട്ട് പോയതാണ്. പക്ഷേ the food turned out to be really great. So hope you guys enjoyed this quick short vlog. Bye.